ഈ വീഡിയോ നമ്മുടെ ജിത്ത സീരീസിൻ്റെ പാർട്ട് 3 ആണ്. പാർട്ട് 2 ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാർട്ട് 2-ൽ പറഞ്ഞ പോലെ നമ്മൾ നേരെ വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഫുഡും കഴിച്ചിട്ട് ഉറങ്ങിയതാണ്. ഉറങ്ങി എണീച്ചപ്പോൾ പിറ്റേ ദിവസമായി. അന്ന് രാവിലെ തൊട്ട് ഞങ്ങൾക്ക് ഈ ഒരു പണിയാണ് ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ ഓൾറെഡി ഒരു ഫാമിലി നിന്ന റൂമായിരുന്നു കുറച്ച് 1 മാസത്തിന് റെൻറ്റിന് എടുത്തത്. അപ്പോൾ അവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നോക്കിയപ്പം ഏകദേശം മൊത്തത്തിൽ പണിയെടുക്കാനുള്ള പണികളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ A to Z കാര്യങ്ങളെല്ലാം ക്ലീനാക്കി റെഡിയാക്കി ഉച്ചയ്ക്ക് നല്ല പോലെ കുളിച്ച് ഫ്രഷായി നല്ല അടിപൊളി മധുകൂത്തും കാര്യങ്ങളും ഉപ്പ മേടിച്ച് കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഇത് ഞങ്ങളെ റൂമിൽ നിന്ന് പുറത്തോട്ട് നോക്കിയാൽ ബാൽക്കണിയിൽ നിന്ന് പുറത്തോട്ട് നോക്കിയാൽ കാണുന്ന വ്യൂ ആണ്. അങ്ങനെ നൈറ്റിൽ പ്രീതിയൊക്കെ കണ്ണടയൊക്കെ വെച്ചിട്ടാണ് ഉള്ളിയൊക്കെ അരിയുന്നത്. അങ്ങനെയൊക്കെ സംഭവമാണ്. അങ്ങനെ നൈറ്റിൽ വീണ്ടും ഞങ്ങൾ മൂന്നാളും ഉമ്മ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്നാളും പോയിട്ട് വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചു. ഞങ്ങൾക്ക് മൂന്നാൾക്കാണെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഭയങ്കര ബോറടിപ്പോൾ അവിടെ താമസിക്കുന്ന കുറേ പേർക്ക് ഈ ഒരു കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് ദിവസത്തിനാണ് പോകണമെങ്കിലും പോലും ഉപ്പാക്ക് വൈകുന്നേരമാണ് ഉപ്പാൻ്റെ ഡ്യൂട്ടി കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ട് വരാൻ പറ്റുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ കുളിച്ച് മാറ്റി ഒട്ടൊക്കെ തൊട്ട് ഉപ്പാൻ്റെ കൂടെയാണ് ഇറങ്ങി. എന്തായാലും റൂമിൽ വെറുതെ ഇരിക്കണമെങ്കിൽ നല്ലത് ഇതേപോലെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂടെയാണ്. അങ്ങനെ വൈകുന്നേരം വീണ്ടും ഉപ്പ വന്നു. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ അതേപോലുള്ളൊരു വെള്ളച്ചാട്ടമുണ്ട്. നല്ല രസമുണ്ട്. അത് ഫോണിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് കാണുമ്പോൾ ഒരു രസമുണ്ട്. അത് അത്ര തന്നെ. അവിടെ ഇങ്ങനെ ഇതേപോലെയുള്ള ഏരിയാസിൽ അവർ കുറേ പേര് ഫാമിലി ആയിട്ട് വന്നിട്ട് കാണുന്നുണ്ടല്ലോ. അവിടെ പുല്ലിലൊക്കെ നല്ല മാറ്റൊക്കെ വിരിച്ച് അങ്ങനെ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ രസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനതൊക്കെ കണ്ട് എനിക്ക് ചെറുപ്പത്തിൽ കാണുമ്പോൾ ഭയങ്കര കാണുമ്പോൾ നഷ്ടമാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഒരു ഹോസ്പിറ്റലിലാണ് എന്നെ പ്രസവിച്ചത്. ഇതാണ് ഞാൻ എൻ്റെ ബർത്ത് പ്ലേസ് എന്ന് വരുന്നത് ഇതാണ്. അപ്പം ഞങ്ങൾ അവിടെ പോയപ്പോൾ അതിൻ്റെ മുന്നോട്ട് കൂടെ പോയപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണിത്. ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് അവിടുന്ന് എന്താ പറയുക അവിടുത്തെ ലോഡർ ഫ്രൈസ് നമുക്ക് ഇപ്പോൾ മേടിച്ചു തന്നു. അത് എന്താ പറയുക ഒന്നും പറയാനില്ല. അത് അവിടുത്തെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുന്നത് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അവരുടെ മസാലയാണോ അതോ അതിൻ്റെ ആ ഒരു ഇതാണോ എന്നൊന്നും അറിയില്ല. വേറൊരു ടേസ്റ്റ് തന്നെയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ഇതേപോലെ വേറൊരു ആളെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി നമ്മളെ അയൽവക്കത്തുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. അവരെ വീട് തന്നെയായിരുന്നു. ഇപ്പോൾ അവിടെ താമസിക്കുന്ന അവരെ സെറ്റിൽഡാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അവിടെയും കയറി അവരെല്ലാവരെയും കണ്ട് അങ്ങനെ വീണ്ടും നമ്മൾ റൂമിലോട്ട് തിരിച്ചു.